ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ക്രാഫ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സംഭവം ഇതാദ്യമായിട്ടാണ്. കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അത് വെറുതെ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നമ്മൾ വീട്ടിൽ മാരേജൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. അതേപോലെ തന്നെ 18 വയസ്സിൽ പഠിപ്പൊക്കെ നിർത്തിയിട്ട് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ എത്രയോ ബെറ്ററാണ് നമ്മൾ സ്വന്തം തന്നെ ഉണ്ടാക്കുന്ന ഏണിങ്സ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഏണിങ്സൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെവർക്ക് വേണ്ടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് ഉണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുന്ന സാധനത്തിനൊക്കെ നമുക്കൊരു വലിയൊരു വാല്യൂ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തുനിഞ്ഞിറങ്ങിയതാണ് ഈ എൻഗേജ്മെൻറ്റിൻ്റെ വർക്കിന് കേട്ടോ. മീൻസ് എൻഗേജ്മെൻറ്റിൻ്റെ ഹാമ്പേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ തന്നെ ബൊക്കെ ഒക്കെ സെറ്റ് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ സ്ത്രീകൾക്ക് എന്തായാലും സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരിക്കും. ആ ഒരു ആഗ്രഹം സാധിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതായാലും കുഴപ്പമില്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഈ ഹാമ്പറിൻ്റെ വർക്കൊക്കെ നിർത്തി വെച്ചിട്ടാണുള്ളത്. വേറൊന്നുമല്ല, ഞാൻ ഇവിടെ ചെയ്തൊന്ന് പച്ച പിടിച്ച് വരുമ്പോഴേക്കും ഞാൻ നാട് വിടും. അതായത് എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലാണ്. അപ്പോൾ ഖത്തറിലേക്ക് പോകേണ്ട ആവശ്യം വരും. അവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ 2 സ്ഥലത്തും എങ്ങനെയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഞാൻ ഈ വർക്ക് അങ്ങ് നിർത്തി. ഇനി എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, നാട്ടിൽ തന്നെ സെറ്റിലായാൽ ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നിർത്തിയത്. ഇപ്പോൾ ആ വർക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇപ്പം ഞാൻ യൂട്യൂബിലേക്ക് നേരെ തിരിച്ചു വന്നു. യൂട്യൂബിൽ ഞാൻ മുന്നേ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അതൊക്കെ പോയപ്പോൾ ഇപ്പോൾ പുതിയ ചാനലൊക്കെ ഉണ്ടാക്കി യൂട്യൂബിൽ സെറ്റിലായി. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഒറിജിനൽ ഫ്ലവർ വെച്ചിട്ടും അല്ല, അതേപോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടുമല്ല, നമ്മൾ DIY ആയിട്ട് ചെയ്യുന്നതാണ്. റിബൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കഴിവ് തെളിയിക്കുകയും ചെയ്യാം, അതേപോലെ അടിപൊളിയായിട്ട് ബൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഒറിജിനൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം റേറ്റൊക്കെ ആവും. അപ്പോൾ ഇതേപോലെ സാറ്റിൻ റിബണൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പൈസ കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അത്യാവശ്യം പൈസ കുറഞ്ഞ രീതിയിൽ നമുക്കിത് സെയിൽ ചെയ്യുകയും ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് ഒരുപാടുണ്ടെങ്കിലും നമുക്ക് പൈസ കുറഞ്ഞിട്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാം കേട്ടോ. അതുമാത്രമല്ല, ഒറിജിനൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ നമുക്ക് വൈറ്റ് റോസ്, അതേപോലെ റെഡ് റോസ്, പിന്നെ പിങ്ക്, അതൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇങ്ങനെ സാറ്റിൻ റിബൺ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് ബ്ലാക്ക്, റെഡ്, ബ്ലൂ, ഗ്രീന്, എല്ലാ കളറിലും നമുക്ക് ബൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ കസ്റ്റമറുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഇതനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ഗോൾഡൻ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്കിത് കുറച്ചൊരു ലക്ഷറി ലുക്കായിട്ട് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഗോൾഡൻ കളർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ചില്ലറപ്പണിയല്ല. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തിരിയും കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ ഒരു ദിവസം തന്നെ അങ്ങ് പോയി കിട്ടും. മീൻസ് നമ്മൾ രാവിലെ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആകും തീരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും. ചെയ്യുന്ന വർക്കിൽ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് 5 ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ എനിക്കറിയില്ല, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ഫുൾ എടുത്തിട്ടാണ് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തത്. എനിക്കൊരു വലിയ ബൊക്കെ ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ അതിനുള്ള ഒരു ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ബൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഗ്ലിറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ കുറച്ച് ഷൈനിങ് ഒക്കെ കിട്ടും നമ്മുടെ ഫ്ലവേഴ്സിന്. പക്ഷേ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണുന്നില്ല കേട്ടോ. ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു തിളക്കമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അത് വീഡിയോ കിട്ടാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഒന്നാമത് പുറത്ത് നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ വെളിച്ചം കുറച്ച് കുറവാണ് കേട്ടോ. വേറൊന്ന്, എൻ്റെ റിംഗ് ലൈറ്റിൽ ലൈറ്റ് വരണമെങ്കിൽ ഒന്ന് പ്ലഗിലൊക്കെ കുത്തി വെക്കണമല്ലോ. പക്ഷേ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന സ്ഥലവും നമ്മുടെ സ്വിച്ച് ബോർഡും തമ്മിൽ ഒരുപാട് അകലുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബൊക്കെ ഷീറ്റ് ഞാൻ 4 പീസാക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 2 ബൊക്കെ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തെടുക്കുന്നത്. 2 ബൊക്കെ ഷീറ്റ് 4 പീസാക്കി എടുക്കുക, എന്നിട്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു ബൊക്കെ ഉണ്ടാക്കൽ പണി ഞാൻ നിർത്തിയിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് തന്നെ നല്ല കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു മുന്നേ ഉണ്ടാക്കിയിരുന്നത്, ഇതേപോലെയാണോ? ഒരുപാട് മെത്തേഡ് ഉണ്ട് കേട്ടോ ഇത് ചെയ്യുന്നത്. അതിലൊരു രീതി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ബൊക്കെ ഷീറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. എൻ്റെ അടുത്ത് 2 ബൊക്കെ ഷീറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. പിന്നെ ബൊക്കെ ഷീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തപ്പോഴാണ് വുഡൻ സ്റ്റിക്കിൻ്റെ സൈസ് വലുതായിട്ട് തോന്നിയത്. അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ബൊക്കെ ഷീറ്റ് വെച്ചിട്ട് രണ്ടാമത്തെ ഭാഗവും കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ തന്നെ ബൊക്കെ ഷീറ്റ് കവർ ചെയ്യുക, എന്നിട്ട് മൊത്തമായിട്ടൊന്ന്
ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ 2 ബൊക്കെ ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 2 ബൊക്കെ ഷീറ്റും 4 പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ മൊത്തം റൗണ്ടിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. വീഡിയോ എടുക്കുന്നത് കാരണമാണ് എനിക്ക് മുന്നേ ചെയ്യുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മുന്നേ നമ്മൾ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നൊന്നുമില്ല. അതേപോലെ സാറ്റിൻ റിബൺ വെച്ചിട്ടല്ല കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മുന്നേ കഷ്ടപ്പെട്ട് ആ ഒരു റിബണിനെ കൊണ്ട് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയപ്പോൾ തന്നെ പകുതി ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബൊക്കെ ഷീറ്റ് വെച്ച് ചെയ്യുമ്പോഴേക്കും ഏകദേശം കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി ഞാൻ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.